കൊല്ലത്ത് നിന്ന് ഒരു അപകടത്തിന്റെ വാർത്ത വരികയാണ്. ലൈൻ ട്രാഫിക് നിയമലംഘനം കാരണമുണ്ടായ അപകടത്തിൽ മധ്യവയസ്കന് ദാരുണാന്ത്യം. കൊല്ലം പട്ടത്താനം സ്വദേശി സുജനൻ ടി ആണ് മരിച്ചത്. എതിർദിശയിൽ വന്ന കാർ റോഡിന്റെ മധ്യഭാഗവും കടന്ന് സുജനന്റെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. വിവരങ്ങളുമായി കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ ലൈൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നൽകിയതേ ലൈൻ ട്രാഫിക് ലംഘിച്ചുകൊണ്ട് ദേശീയപാതയിൽ നടത്തുന്ന ഡ്രൈവിംഗ് വലിയ വലിയ അപകടങ്ങളിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഇതാ നിർഭാഗ്യകരമായ ഒരു വാർത്ത കൂടി അവിടെ നിന്ന് വരികയാണ്. എങ്ങനെയാണിത് സംഭവിച്ചത്? ആ ദൃശ്യങ്ങൾ കണ്ടില്ലേ? അതായത് ആ റോഡിൻ്റെ മധ്യഭാഗത്തുള്ള ലൈൻ മറികടന്ന് ഒരു കാർ വരികയാണ്. ആ കാർ നേരെ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ആ മധ്യവയസ്കൻ്റെ ബൈക്കിലേക്ക് ഇടിക്കുകയാണ്. അങ്ങനെ ഇടിച്ച് നിയന്ത്രണം വിട്ട് കാറും മറുവശത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ലൈൻ ട്രാഫിക്കിൻ്റെ നിയമലംഘനം തന്നെയാണ് ഇതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസവും ഈ പ്രദേശത്ത് പോയി അവിടുത്തെ അപകടങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. MC റോഡിലാണ് അപകടമുണ്ടായത്. സദാനന്ദപുരത്താണ് സംഭവം ഉണ്ടായത്. കൊല്ലം പട്ടത്താനം സ്വദേശിയായിട്ടുള്ള വ്യക്തി ഈ കൊട്ടാരക്കര ഭാഗത്തേക്ക് വരികയായിരുന്നു ബൈക്കിൽ. ആ വ്യക്തിയുടെ ബൈക്കിലേക്ക് ഈ കാർ ഇടിച്ചു കയറുകയായിരുന്നു. ഒരു കാല് പൂർണ്ണമായും ആ അപകടത്തിൽ മുറിഞ്ഞു മാറി. പിന്നീട് അദ്ദേഹത്തെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ചികിത്സിക്കാൻ ഉള്ള സൗകര്യമില്ലാത്തതിനാൽ സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുമായിരുന്നു. പലപ്പോഴും MC റോഡിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകാറുണ്ട്. ലൈൻ ട്രാഫിക് ഒരു കാരണവശാലും പാലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാറില്ല. ഡ്രൈവർമാർ പലപ്പോഴും ഇത്തരത്തിൽ ലൈൻ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് അവിടെ ട്രാഫിക് ലംഘനത്തിൽ ഒരാൾ മരണപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി കേൾക്കാം. കഴിഞ്ഞൊരു 2 വർഷ കാലയളവ് കൊണ്ട് ഏകദേശം ഒരു 10-35ഓളം ആക്സിഡൻ്റാണ്, മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വലിയ അപകടാവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ കരിക്ക് മുതൽ ഈ കൈപ്പള്ളിമുക്ക്, പനവേലി കൈപ്പള്ളിമുക്ക് വരെ നിരന്തരം ആക്സിഡൻ്റാണ്. സദാനന്ദപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ താഴായിട്ടും അതോടൊപ്പം തന്നെ പനവേലി LPS സ്കൂളിൻ്റെ ഭാഗത്തായിട്ടും 2 ഹമ്പുകളുണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അത് മാറ്റിയപ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ് കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ KSTP സ്ഥാപിച്ചിട്ടുള്ള സിഗ്നൽ ലൈറ്റുകൾ കത്തുന്നില്ല. ഏതെങ്കിലും അടിസ്ഥാനത്തിലുള്ള സിഗ്നൽ ലൈറ്റുകളോ അല്ലെങ്കിൽ ബാനറുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ബോർഡുകളോ ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ഈ സ്പീഡ് കുറയ്ക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. കണ്ണനിലേക്ക് വീണ്ടും പോകാം. കണ്ണൻ, അപ്പോൾ ഗുരുതരമായ വീഴ്ച അത് പുതിയ സംഭവമല്ല, നേരത്തെയും ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട്. ഒരു ജീവൻ ഏറ്റവും ഒടുവിലായി നഷ്ടപ്പെടുന്നുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുള്ള അപകടങ്ങളെ കുറിച്ചൊക്കെ പരിശോധിക്കുമ്പോൾ ജീവഹാനി സംഭവിച്ച അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് കണ്ണ ഇന്നത്തെ ഈ ദൃശ്യങ്ങൾ? ഭയാനകരമായ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മറ്റ് ഡീറ്റെയിൽസ്? ഒട്ടേറെ അപകടങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. MC റോഡിൽ കുളക്കട മുതൽ ഏതാണ്ട് സദാനന്ദപുരം വരെയുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ കൈപ്പള്ളിമുക്ക് വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്ഥിരം അപകടമുണ്ടാകുന്ന സ്ഥലങ്ങളാണ്. പല സ്ഥലങ്ങളും ഡാർക്ക് സ്പോട്ടായി മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയ പ്രദേശങ്ങളുണ്ട്. അവിടങ്ങളൊക്കെ തന്നെ പലപ്പോഴും അമിത വേഗത്തിൽ MC റോഡിൻ്റെ ഒരു അവസ്ഥ അറിയാൻ നല്ല റോഡാണ്. അമിത വേഗത്തിൽ പല വാഹനങ്ങളും മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. കാര്യം ഈ റോഡിൻ്റെ മധ്യഭാഗത്തെ വര കടന്നു പോകരുത് എന്നുള്ള ഒരു കൃത്യമായുള്ള നിർദ്ദേശമുണ്ട്. എന്നാൽ ലൈൻ ട്രാഫിക്കിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയില്ലാത്തതാണ് ഇപ്പോൾ പലപ്പോഴും പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ലൈസൻസ് എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് പ്രത്യേക ക്ലാസ്സൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ ലൈസൻസ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഈ ലൈൻ ട്രാഫിക് എന്താണെന്നത് പോലും പലപ്പോഴും അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഒട്ടേറെ അപകടങ്ങൾ പല സമയങ്ങളിലും MC റോഡിൽ ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിനിടെ 10ലധികം ആൾക്കാർ അവിടെ അപകടത്തിൽ മരിച്ച ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഇത് ഈ വാഹനങ്ങളുടെ അമിതവേഗം അല്ലെങ്കിൽ ഡ്രൈവർമാരുടെ അശ്രദ്ധ, ലൈൻ ട്രാഫിക് നിയമലംഘനം ഇതുമൂലമൊക്കെ തന്നെയാണ് അപകടമുണ്ടായത്. ഇപ്പോൾ 61 വയസ്സുള്ള കൊല്ലം പട്ടത്താനം സ്വദേശിയായിട്ടുള്ള ഒരു മധ്യവയസ്കരാണ് ജീവൻ നഷ്ടമായത്. അദ്ദേഹം കൊട്ടാരക്കര സദാനന്ദപുരത്ത് നിന്ന് കൊട്ടാരക്കര ഭാഗത്തേക്ക് വരികയായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അമിത വേഗത്തിലെത്തിയ അല്ലെങ്കിൽ ലൈൻ ട്രാഫിക് നിയമലംഘനം നടത്തി വന്ന ഒരു കാറ് അദ്ദേഹത്തിൻ്റെ ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയാണ്. അവിടെ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ രക്തം വാർന്നുപോയി. പിന്നീട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ശസ്ത്രക്രിയ നടക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്.